1 രാജാക്കന്മാർ 13:6. രാജാവ് ദൈവപുരുഷനോട്, നിന്റെ ദൈവമായ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ച് എൻ്റെ കൈ മടങ്ങുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ദൈവപുരുഷൻ യഹോവയോട് അപേക്ഷിച്ചു, എന്നാറെ രാജാവിൻ്റെ കൈ മടങ്ങി മുമ്പിലത്തെ പോലെയായി. പെട്ടെന്നുള്ള പ്രത്യക്ഷമായ ദൈവപ്രവൃത്തി അനേക തവണ നടന്നിട്ടുള്ളത് ബൈബിളിൽ കാണാം. എന്നാൽ എല്ലായ്പ്പോഴും അത് സംഭവിക്കണമെന്നുമില്ല. പൂർണ്ണമായും ദൈവത്തിൻ്റെ അധികാരത്തിലുള്ള കാര്യങ്ങളാകയാൽ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നവർ ഒരു ഉപകരണമായി പ്രവർത്തിക്കുന്നെന്ന് മാത്രം. ഇസ്രായേൽ രാജ്യം ശലോമോന്റെ ശേഷം 2 പിളരുകയും 10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന വടക്ക് രാജ്യം ഇസ്രായേൽ എന്ന പേരിൽ യെരൊബെയാമിനെ രാജാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ശലോമോന്റെ അവസാന കാലങ്ങളിൽ തനിക്ക് വിരോധമായി എഴുന്നേറ്റ സമർത്ഥനായ ഒരുവനാണ് യെരൊബെയാം. രാഷ്ട്രീയ തന്ത്രമെന്ന നിലയിൽ യെരൊബെയാം ചില ആരാധനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. തെക്കൻ രാജ്യമായ യഹൂദയുടെ തലസ്ഥാനമായ യെരുശലേം ദൈവാലയത്തിൽ ജനം ഇടയ്ക്കിടെ പോകുന്നത് തന്നോടുള്ള കൂറ് കുറയാൻ കാരണമാകുമെന്ന് ചിന്തിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ വടക്കും തെക്കും അതിർത്തികളിൽ 2 വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച് അതിനെ ആരാധിക്കാൻ ജനത്തോട് ആഹ്വാനം ചെയ്തു. എന്നാൽ ഒരു ദൈവപുരുഷൻ യഹൂദ്യയിൽ നിന്ന് വന്ന് ഈ യാഗപീഠത്തിനെതിരെ പ്രവചിച്ച് ഒരു അടയാളവും പറഞ്ഞു. ആ ദൈവപുരുഷൻ പറഞ്ഞതുപോലെ സംഭവിക്കുന്നതിന് യെരൊബെയാം സാക്ഷ്യം വഹിച്ചെങ്കിലും തൻ്റെ കൈ നീട്ടി അയാളെ പിടിക്കാൻ കൽപ്പിച്ചു. എന്നാൽ തൻ്റെ കൈ മരവിച്ച് മടക്കാൻ കഴിയാതെയായി. ഭയന്നുപോയ യെരൊബെയാം ദൈവപുരുഷനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥനയാൽ സൗഖ്യമുണ്ടാവുകയും ചെയ്തു. പക്ഷെ ദുഃഖകരമായ കാര്യം, ഇത്രയൊക്കെ നടന്നിട്ടും യെരൊബെയാം തൻ്റെ തെറ്റായ തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോയില്ല. ഇന്നും അനേകം അടയാളങ്ങൾ കണ്ടിട്ടും മനം തിരിയാത്തവരുടെ പ്രതിനിധിയാണ് യെരൊബെയാം. അടയാളങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കാനും അനുസരിക്കാനും നമ്മെ സമർപ്പിച്ചാൽ അനുഗ്രഹത്തിന് അത് കാരണമാകും. ഗാഡ് ബ്ലസ് യു.